ഹായ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. 10th പ്രിലിംസിന് ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഇതിപ്പോൾ ഞാനിത് പുതിയ SCRTയിൽ ചാപ്റ്റേഴ്സ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി പഴയ SCRTയിൽ ഏതൊക്കെ ചാപ്റ്റർ നോക്കണം എന്നുള്ളത് വേറൊരു വീഡിയോയിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം പുതിയ SCRTയിലെ ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സാണ് 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. 3-4 ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. ആൾ പുറത്താണ്, അപ്പോൾ ആൾ വന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പം മെല്ലെ വൈകിട്ടാണ് തിരിച്ചെത്തിയിട്ടുള്ളത് കേട്ടോ. ഇന്നലെ വൈകിട്ട് തിരിച്ചെത്തിയതേ ഉള്ളൂ. അപ്പോൾ വന്ന ശേഷം പഠിക്കാനെല്ലാം ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചായയെല്ലാം ഇട്ടിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ട് അപ്പോഴാണ് എനിക്ക് ഈ ഒരു SCRT പഠിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഈ ഒരു വീഡിയോയുടെ ഓർമ്മ വന്നത്. ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-4 പേരോട്. അപ്പോൾ പിന്നെ എന്തായാലും അവർ ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കമ്പനി ബോർഡ് LGSനും അതേപോലെ തന്നെ നമ്മുടെ 10th പ്രിലിംസിനൊക്കെ യൂസ് ആവുന്ന ചാപ്റ്റേഴ്സാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള SCRT ബുക്ക് വെച്ചിട്ട് തന്നെ കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ അടയാളപ്പെടുത്തി വെക്കുക. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ചാൽ 10ാം ക്ലാസ് ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. സോഷ്യൽ സയൻസ് 1-ലുള്ളതാണ്. 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്ന ഒരു ചാപ്റ്ററാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിക്സ് ആ ഒരു ഭാഗത്ത് വരുന്നതാണിത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്തായാലും നോക്കിയിരിക്കണം. ഇപ്പം ഞാൻ ഈ പറയുന്ന ചാപ്റ്റർ എല്ലാം കമ്പനി ബോർഡ് LGSനും കൂടി നിങ്ങൾക്ക് ഉപകാരമാവുന്നതാണ് കേട്ടോ. കുറച്ച് ചാപ്റ്റർ നമ്മൾ പ്രിലിംസിന് ഇതിൽ നിന്ന് എല്ലാം ചോദിച്ചില്ലെങ്കിലും നമുക്ക് കമ്പനി ബോർഡ് LGSന് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ നോക്കി വെച്ചോളൂ. പിന്നെ അടുത്തത് 6ാമത്തെ ചാപ്റ്റർ, അതിൽ തന്നെ സോഷ്യൽ സയൻസ് 1-ൽ തന്നെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം, 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. അപ്പോൾ ഇത്രയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ സോഷ്യൽ സയൻസ് 2-ൽ വരുന്നതാണ് ഇത്, പണവും സമ്പദ് വ്യവസ്ഥയും. നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. പക്ഷെ പ്രിലിംസിന് അങ്ങനെ ഒരുപാട് ചോദിക്കില്ല. പക്ഷെ കമ്പനി ബോർഡ് LGS പോലുള്ള എക്സാമിന് ചോദിക്കും. പക്ഷെ പ്രിലിംസിന് നിങ്ങൾ എന്തുകൊണ്ട് എപ്പോഴും കുറച്ച് കൂടുതലായി നോക്കിയിരിക്കുന്നത് തന്നെ കേട്ടോ നല്ലത്. കോമ്പറ്റീഷൻ കൂടിക്കൂടി വരികയല്ലേ. ഇനി അടുത്തത് 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും, അതാണുള്ളത്. ഇനി അടുത്തത് നമ്മൾ 8ാം ക്ലാസ്സിൽ കേട്ടോ നോക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെയിലുള്ള SCRT ബുക്കിൻ്റെ ആ ഒരു ഓർഡറിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിൽ സോഷ്യൽ സയൻസിൽ ചാപ്റ്റർ 1 ആയിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കേട്ടോ. അതേപോലെ തന്നെ ചാപ്റ്റർ 2 ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്, ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ചാപ്റ്ററുകളിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് 8ാം ക്ലാസ്സിൽ തന്നെ ചാപ്റ്റർ 4 ആയിട്ടുള്ള അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന ചാപ്റ്ററാണ് നോക്കേണ്ടത്. അടുത്തത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ തന്നെയാണ് പറയാൻ പോകുന്നത്. 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരളവും ദേശീയ പ്രസ്ഥാനവും കേരളവും, ആ ഒരു ചാപ്റ്റർ. പിന്നെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും. ഇനി അടുത്തത് 6ാം ക്ലാസ്സിലത്തെ പറയാൻ പോകുന്നത് 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാഷ്ട്രവും ഗവൺമെൻറ്റും, അതേപോലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭരണഘടനയ്ക്കൊരു മുഖവുര. ഇനി നമുക്ക് 5, 7, 9 ഈ ക്ലാസ്സുകളിൽ സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഗൈഡിൽ തന്നെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതിയെടുക്കാം അല്ലെങ്കിൽ റെഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ 5ാം ക്ലാസ്സിലെയാണ് വരുന്നത്. 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനങ്ങൾ ജനങ്ങളാൽ, അതേപോലെ 8ാമത്തെ ചാപ്റ്റർ നാടറിയാം, 11ാമത്തെ ചാപ്റ്റർ നിയമവും സമൂഹവും. അതിൽ നിയമവും സമൂഹമൊക്കെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ടൈം കിട്ടുമ്പോൾ അത് പഠിച്ചാൽ മതി. അങ്ങനെ ഇനി അടുത്തത് 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഭരണഘടന വഴിയും വഴികാട്ടിയും. പിന്നെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡം, 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അധികാരം ജനങ്ങൾക്ക്. ഇനി 9ാം ക്ലാസ്സിൽ നോക്കാം. 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം, 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. അതും നല്ല ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, അപ്പോൾ അതും നോക്കണം. ഇനി അടുത്തത് നമുക്ക് 9ാം ക്ലാസ്സിൽ തന്നെ സോഷ്യൽ സയൻസ് ഭാഗം 2-ൽ വരുന്നതാണ്. 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോകത്തിൻ്റെ നെറുകയിൽ, 2ാമത്തെ ചാപ്റ്റർ വിശാല സമതല ഭൂവിൽ, 3ാമത്തെ ചാപ്റ്റർ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി,
5-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ, 7-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള മണലാരണ്യത്തിലൂടെ, 8-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള തീരങ്ങളിലൂടെ. ഇത്രയാണ് സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തിൽ നിന്നും ടോട്ടലി നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഒരു ചാപ്റ്ററെല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഒരു ഭാഗം 2 ചാപ്റ്ററുകളെല്ലാം. അപ്പോൾ അത് നല്ലതുപോലെ നോക്കുക. ഇനി നമുക്ക് സയൻസ് നോക്കണ്ടേ. അപ്പോൾ പുതിയ SCERT സയൻസിൽ നിന്നും ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 10, അതേപോലെ 8, 6 ഈ ക്ലാസ്സുകളിലെയാണ്. ഇതിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞത് വൈദ്യുതിയുടെ കാന്തിക ഫലം, വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും, വൈദ്യുത കാന്തിക പ്രേരണം നിത്യജീവിതത്തിൽ, യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ. ഈ ചാപ്റ്ററുകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് കുറഞ്ഞതാണ്. ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും അതും നോക്കേണ്ട ആവശ്യമില്ല. നോക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് വായിച്ചു വിട്ടോളൂ, ടൈം ഉണ്ടെങ്കിൽ, അത്രയേ ഉള്ളൂ. വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല അങ്ങനെ. പിന്നെ അതേപോലെ വൈദ്യുത രസതന്ത്രം കണ്ടില്ലേ, ആ ഒരു ചാപ്റ്ററെല്ലാം കുറച്ച് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ തന്നെ വല്ലപ്പോഴൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുള്ളൂ, വല്ലപ്പോഴും, റെയറായിട്ട്. അപ്പോൾ അതാണ് പറഞ്ഞത് കേട്ടോ. ആ ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചു വിട്ടാൽ മതി, സമയം ഉണ്ടെങ്കിൽ. ആദ്യം തീർക്കേണ്ടത് ഈ ഒരു ചാപ്റ്ററുകളൊക്കെയാണ്. പിന്നെ 8-ാം ക്ലാസ്സിലും ഉണ്ട് ഇതുപോലത്തെ ചാപ്റ്റേഴ്സൊക്കെ. ഇതാ കണ്ടില്ലേ, സ്ഥിത വൈദ്യുതി, കാന്തികതയും വൈദ്യുതിയും. ഇതൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അധികം ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ ഈ ചാപ്റ്ററുകൾക്ക്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് ബാക്കിയുള്ളതെല്ലാം. ഇനി അടുത്തത് 6-ാം ക്ലാസ്സിൽ ജനറൽ സയൻസിലും വരുന്നുണ്ട്. അതായത് കാന്തിക ലോകത്തെ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞതാണ്. ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ പ്രിലിംസിന് ആകുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അതെല്ലാം പഠിച്ചിട്ട് ടൈം കളയണ്ട, ബാക്കിയുള്ളത് നോക്കാം. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഏതൊക്കെ നോക്കാം. 5, 7, 9 വരുന്ന ചാപ്റ്ററുകൾ ഇതുപോലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കുറവുള്ളത്, നോക്കേണ്ടാത്തത് എന്നെല്ലാം നോക്കാം. അപ്പോൾ ഇതിൽ 5-ാം ക്ലാസ്സിൽ ഏകദേശം എല്ലാം നോക്കണം. അതേപോലെ തന്നെ 7-ാം ക്ലാസ്സിൽ വൈദ്യുതിയുടെ ലോകം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കുറച്ച് പഠിച്ചാൽ മതി. അതുപോലെ ധാരാവൈദ്യുതി വരുന്നുണ്ട്, കണ്ടില്ലേ, ധാരാവൈദ്യുതി എന്ന ചാപ്റ്റർ ഇമ്പോർട്ടൻസ് കുറച്ച് പഠിച്ചാൽ മതി. പിന്നെ 9-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ, ആ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതും പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വായിക്കാം നമുക്കെന്നുള്ളൂ. അതൊരു മെയിൻ എക്സാമിനൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത്. വളരെ കുറവാണ്, എന്നാലും ഒന്ന് വായിച്ചു വിടാമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കാർബണിക രസതന്ത്രം, ആ ചാപ്റ്ററും ഇമ്പോർട്ടൻസ് കുറച്ച് നിങ്ങൾ വായിച്ചാൽ മതി. സയൻസിൽ ഓൾമോസ്റ്റ് എല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ ചാപ്റ്ററുകളെല്ലാം ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഈ വർഗീകരണം, ആ ഒരു ചാപ്റ്ററും പ്രിലിംസിൻ്റെ ആ ഭാഗത്തുനിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ന്യൂ SCERT പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇതെല്ലാമാണ്. അതിനുശേഷം നമ്മളിനി മെയിൻ എക്സാമിനൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി വേൾഡ് ഹിസ്റ്ററിയും വേൾഡ് ജിയോഗ്രഫിയൊക്കെ വരുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ കൂടി നമ്മൾ SCERT നിന്ന് നോക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു പ്രിലിംസ് ബേസിലും അതേപോലെ കമ്പനി ബോർഡ് LGS എക്സാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന 2027 വരുന്ന LGS എക്സാം, ഇതൊക്കെ പഠിക്കുന്നവർ ആദ്യം തന്നെ ഉറപ്പിച്ച് വെക്കേണ്ട ചാപ്റ്റേഴ്സാണിത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, അതേപോലെ ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇനി പഴയ SCERT ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ, അത്രയേ ഉള്ളൂ.